കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളോട് പറഞ്ഞു, നമ്മൾ ചെറുപ്പക്കാരെല്ലാം സന്നദ്ധം എന്ന സംഘടനയിൽ അംഗമാകാൻ പറഞ്ഞു. അപ്പോൾ അതിൽ അംഗമാകണമെങ്കിൽ നമ്മൾ sannadham.kerala.gov എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. സന്നദ്ധം എന്ന് മാത്രം അടിച്ചാൽ മതി. സന്നദ്ധം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ഗൂഗിൾ സെർച്ചിൽ വരും. വന്നതിന് ശേഷം ആ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ സന്നദ്ധ പ്രവർത്തകരുടെ രജിസ്ട്രേഷൻ COVID-19 നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കെന്നും പറഞ്ഞൊരു പേജ് ഓപ്പണായി വരും. ആ ഓപ്പണായി വരുമ്പോൾ അതിൽ നമുക്ക് ആദ്യം പേരിൻ്റെ ആദ്യ ഭാഗം, അതായത് നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് നെയിം, ഇനീഷ്യൽ അല്ലാതെ ഉള്ള ഫസ്റ്റ് നെയിം നമ്മളോട് അവിടെ എൻ്റർ ചെയ്യാൻ പറയും. നമ്മൾ നമ്മുടെ അവിടെ പേര് നമ്മുടെ എൻ്റർ ചെയ്യുക. ഞാൻ എൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് നെയിം, ഇപ്പോൾ ഇനീഷ്യൽ എൻ്റെ ഇപ്പോൾ വി എന്നുള്ളതാണ്, ആ ഇനീഷ്യൽ ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം STD ISD കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ISD കോഡ് നമ്മുടെ ഇന്ത്യയുടെയാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. ആ മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു നമ്പർ വന്നതാണ്, അത് ഞാൻ മാറ്റിയിട്ട് ഞാൻ എൻ്റെ മൊബൈൽ നമ്പറാണ് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത്. ഈ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കൊരു OTP വരും. അതിനായിട്ട് ഈ ക്ലിക്ക് ഹിയർ OTP എന്നുള്ളിടത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ OTP നമ്മുടെ SMS ആയിട്ട് വരും. അപ്പോൾ OTP താങ്കളുടെ മൊബൈൽ നമ്പറിലേക്ക് അയച്ചിട്ടുണ്ടെന്നുള്ളൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് വന്നതിന് ശേഷം നമുക്കൊരു OTP വരും. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിൽ OTP വന്നിട്ടുണ്ട്. ആ OTP ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുന്നു. F5FA എന്നൊക്കെ പറയുന്നൊരു OTP ആണ്. നമുക്ക് ഓർത്തിരിക്കും, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ OTP വന്നതിന് ശേഷം ആ OTP നമ്മൾ നമ്മുടെ OTP എന്ന് കാണിക്കുന്നിടത്ത് നമ്മൾ ആ OTP ഒന്ന് പേസ്റ്റ് ചെയ്യുക. കോപ്പി എടുത്തിരിക്കുന്ന ആ OTP ഒന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ചോദിക്കുന്നത് നമ്മുടെ ആണാണോ പെണ്ണാണോ എന്നുള്ളത് ചോദിക്കും, ജെൻഡർ ചോദിക്കും. ഇത് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആ ഡേറ്റ് ഓഫ് ബർത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ കാണാം മാർച്ച് 55 അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഏത് വർഷമാണോ നമ്മൾ ജനിച്ചത് അത് നമ്മൾ സെലക്ട് ചെയ്യുക, മാസം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാം. അതിനുശേഷം നമ്മൾ മലയാളി, ഇന്ത്യൻ ആണോ NRI ആണോ എന്ന് ചോദിക്കും, അത് നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലൊക്കേഷൻ ചോദിക്കും. ലൊക്കേഷൻ സെലക്ട് ചെയ്യാനായിട്ടാണ് വരുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യാനുള്ള ലൊക്കേഷനിൽ ഒരുപാട് ലൊക്കേഷനുണ്ട്. നമുക്കതിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ ലൊക്കേഷൻ, അതുപോലെ നമ്മുടെ ഇമെയിൽ ID, നമ്മുടെ പിൻകോഡ് കൊടുക്കണം. ഇപ്പോൾ ലൊക്കേഷൻ ആണെങ്കിൽ ഒരുപാട് ലൊക്കേഷനുണ്ട്. അത് നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. അതിന് ശേഷമായിട്ട് അവിടെ സെർച്ച് എന്നൊരു ഓപ്ഷനുണ്ട്. സ്ക്രോൾ ചെയ്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു പ്രദേശമുണ്ടോ എന്നുള്ളത് നമുക്ക് സ്ക്രോൾ ചെയ്ത് ഇത് ഓരോ ജില്ല അടിസ്ഥാനത്തിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓരോ ജില്ലകളിലുള്ള ഓരോ സ്ഥലങ്ങൾ, ഇപ്പോൾ ചേപ്പാട്, ആലപ്പുഴ, ഹരിപ്പാട്, അങ്ങനെ കുമാരപുരം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥലം ഏതാണോ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തി ആരാണോ അവരുടെ സ്ഥലം എവിടെയാണോ ആ സ്ഥലം നമുക്കൊന്നില്ലെങ്കിൽ ടൈപ്പ് ചെയ്തെടുക്കാം. എല്ലാ സ്ഥലങ്ങളും കാണണമെന്നില്ല. ഏതെങ്കിലും പഞ്ചായത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കൂടുതലും സ്ഥലങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഒരുപാട് സ്ഥലം പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരുപാട് പേരുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുന്നതാണ്, എവിടം വരെ ഉണ്ട്, ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് എന്നുള്ളതൊന്ന് നോക്കുകയാണ്. അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ സെർച്ച് എന്നൊരു ഓപ്ഷൻ വരും. ആ സെർച്ച് എന്ന ഓപ്ഷനിൽ തന്നെ നമുക്ക് നമ്മുടെ സ്ഥലപ്പേര് അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇത് മാറാടി, മൂവാറ്റുപുഴ, ഓണക്കൂർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, ഏലൂർ, ഏഴിക്കര, മൂത്തകുന്നം, ഇതൊക്കെ എറണാകുളം ജില്ലയാണ് കാണിക്കുന്നത്. അതുപോലെ ഇടുക്കി, കഞ്ഞിക്കുഴി കാണിക്കുന്നുണ്ട്, കുമളിയുണ്ട്, പീരുമേട്, ഉടുമ്പന്നൂർ, വെള്ളിയാമറ്റം, കാൽക്കൂന്തൽ, ഇരട്ടയാറ്, ട്വിൻറേ, ഇരട്ടയാറ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ സ്ഥലം ഒന്ന് എൻ്റർ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ആ സ്ഥലം കിട്ടിയില്ല. വീണ്ടും ഞാനിപ്പോൾ എൻ്റെ നേറ്റീവ് പ്ലേസാണ് ഞാൻ എൻ്റർ ചെയ്തത്. അതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ പഞ്ചായത്തിൻ്റെ പേര് എൻ്റർ ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ പേര് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID അടിക്കുക.
അതിനുശേഷം നമ്മുടെ സിപ്പ് കോഡ് അടിക്കുക. സിപ്പ് കോഡും ഒരുപാട് പിൻകോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പിൻകോഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു പിൻകോഡിൽ തന്നെ ഒരുപാട് ഏരിയകൾ കാണും. അപ്പോൾ നമ്മൾ ആ പിൻകോഡ് കൊടുക്കുന്നതനുസരിച്ച് ആ ഏരിയയിൽ ഏതെങ്കിലും ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ ആ ഏരിയ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എൻ്റെ പിൻകോഡ് ടൈപ്പ് ചെയ്തപ്പോൾ എൻ്റെ സ്ഥലം വന്നു ബ്രഹ്മമംഗലം BO, അത് ബ്രാഞ്ച് ഓഫീസ് എന്നുള്ളതാണ്. അതിനുശേഷം പ്രൊവൈഡ് പ്രൂഫ് ഓഫ് എനി അഡ്രസ്സ് എന്ന് ചോദിക്കും. അത് നമ്മൾ ആധാർ കൊടുക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ആധാറിൻ്റെ ഫോട്ടോസ് നമുക്കെടുത്ത് സൂക്ഷിക്കാം. പാസ്പോർട്ടാണെങ്കിൽ അതിൻ്റെ എല്ലാ ഫ്രണ്ടും ബാക്കും എല്ലാം ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് പോകും. പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഒരു ഫോട്ടോ ആക്കി മാറ്റേണ്ടി വരും. ആധാറാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്കൊരു ഫോട്ടോ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ആധാറിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ മതി. ആധാർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കവിടെ ആധാറിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. ആധാർ, പാസ്പോർട്ട്, റേഷൻ കാർഡ്, നമ്മൾ ഏതാണോ പ്രൂഫായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് സെലക്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ആധാർ എന്നുള്ളത് സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ആധാർ നമ്പർ ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാം എന്നുള്ളത് മലയാളം ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കും. അതിൽ നമ്മൾ 10th ആണോ, +2 ആണോ, ഡിഗ്രി ആണോ. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നു. നമ്മൾ വർക്കർ ആണെങ്കിൽ വർക്കർ കൊടുക്കുക. ഓർഗനൈസേഷൻ, സെൽഫ് എംപ്ലോയിഡ്, അൺഎംപ്ലോയിഡ് ഏതാണോ ചോദിക്കുന്നത് അത് നമ്മൾ കൊടുക്കണം. നമ്മൾ ഒരു ജോലിക്കാരനാണെങ്കിൽ നമ്മൾ വർക്കർ കൊടുക്കുക, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കൊടുക്കുക. പ്രീവിയസ് ട്രെയിനിങ്, എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. NCCയോ സ്റ്റുഡൻറ്റ് പോലീസോ അത് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നോട്ട് റിസീവ്ഡ് കൊടുത്താൽ മതി. ക്രിമിനൽ കേസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നോട്ട് അറ്റ് ഓൾ എന്നുള്ളത് കൊടുക്കാം. നമുക്ക് ആരോഗ്യക്ഷമത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആരോഗ്യക്ഷമത ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് മേഖലയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഞാനിത് ഇലക്ട്രിക്കൽ വർക്ക് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അപ്ലോഡ് ഡോക്യുമെൻ്റ്, രേഖകൾ അപ്ലോഡ് ചെയ്യുക എന്ന് കാണിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു ഫോട്ടോസ്, ഇപ്പോൾ ഞാൻ സെർച്ച് ബാറിൽ എൻ്റെ ഒരു ഫോട്ടോസ് എൻ്റെ ഫയലിലുണ്ട്. ആ സാധനം ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അത് അപ്ലോഡിങ് കാണിക്കും. അപ്ലോഡിങ് കാണിച്ചതിന് ശേഷം അവിടെ താഴെയായിട്ട് നിങ്ങളുടെ ആധാർ ചോദിക്കുന്നുണ്ട്. അതിൽ ഞാൻ ഫയൽസിൽ കയറിയിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നമ്മുടെ ആധാർ ഏതാണോ ആ ആധാർ സെലക്ട് ചെയ്യുക. ആധാറിൻ്റെ ഫോട്ടോസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതും അപ്ലോഡായി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ടിക്ക് മാർക്ക് വരും. അതിനുശേഷം ഒരു ക്യാപ്ച എൻ്റർ ചെയ്യാൻ വരുന്നുണ്ട്. നമ്മൾ തന്നെയാണോ ചെയ്യുന്നത്, നോർമലായിട്ടാണോ ചെയ്യുന്നതെന്നൊക്കെ അറിയാനായിട്ട്. സാധാരണ അത് റീബൂട്ടാണ് വരാറുള്ളത്, നോട്ട് ബോട്ട് എന്നുള്ളതാണ് വരാറുള്ളത്. ഇതിലിപ്പോൾ വന്നിട്ടുണ്ട്. ക്യാപ്ച കറക്റ്റായിട്ട് എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ തന്നെ എൻ്റർ ചെയ്യുക. കാരണം ഈ സൈറ്റ് കുറച്ച് സ്ലോ ആണ്. അതിനുശേഷം സമർപ്പിക്കുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും. കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്കൊരു നന്ദി സൂചിപ്പിച്ചുകൊണ്ടുള്ളൊരു മെസ്സേജ് വരും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ചെറുപ്പക്കാരും ഈ സന്നദ്ധം എന്ന സൈറ്റിൽ കയറിയിട്ട് കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഈ സന്നദ്ധ സംഘടനയിൽ, സന്നദ്ധ സേവന പ്രവർത്തനത്തിനായിട്ടുള്ളതിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.